ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു പി ബ്ലോക്ക് ലെക്ചർ നമ്പർ 2. നമുക്കിന്ന് രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം പി ബ്ലോക്കിൻ്റെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 15th ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറീസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട കുറേ എൻട്രൻസ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ബാക്കി ഡിസ്കഷനിലേക്ക് വരാം. അപ്പോൾ നമുക്കിന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിനകത്ത് ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള നൈട്രജൻ ഫോം ചെയ്യുന്ന ഡൈനൈട്രജനെ കുറിച്ചാണ്. അപ്പം അത് റിലേറ്റ് ചെയ്ത കുറച്ച് കോമ്പൗണ്ടുകളും നൈട്രജൻ്റെ ഓക്സൈഡുകളും അമോണിയ ഇങ്ങനെയുള്ള കുറേ പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട കുറേ എൻട്രൻസ് പോയിന്റാണ് എനിക്കിവിടെ കൺവേ ചെയ്യാനുള്ളത്. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുക. അപ്പം നമുക്കിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ പാർട്ട് ഡൈനൈട്രജൻ അഥവാ മോളിക്കുലർ നൈട്രജൻ N2 ആണ്. നൈട്രജൻ ഫ്രീ സ്റ്റേറ്റിൽ N2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിൽ. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൽ അല്ലെങ്കിൽ എയർ നമ്മൾ എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ഡൈനൈട്രജൻ ആണ് കാണപ്പെടുന്നത്, N2. അതിനെയാണ് നമ്മൾ ഡൈനൈട്രജൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ പാർട്ടിലേക്ക് വരാം. ആദ്യം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പം നമ്മളുടെ ഡിസ്കഷൻ ഡൈനൈട്രജൻ. ഇതിനെ നമ്മൾ വൻതോതിൽ അല്ലെങ്കിൽ ഡൈനൈട്രജനെ നമ്മൾ ഈൽഡ് കൂടുതൽ വേണമെങ്കിൽ ഡൈനൈട്രജൻ എയറിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എയറിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുന്നു. അതിനു മുമ്പിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഡൈനൈട്രജനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, നമ്മുടെ എയറിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് ഡൈനൈട്രജനാണ്. അപ്പം എയറിനെ നമ്മൾ ഈ പറയുന്ന ലിക്വിഫാക്ഷൻ നടത്തുന്നു. ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നു. അപ്പം എയറിൽ ഇഷ്ടം പോലെ അതർ ഗ്യാസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഡൈനൈട്രജനാണ്. അപ്പോൾ എയറിൻ്റെ ലിക്വിഫാക്ഷൻ നടത്തുന്നു. ലിക്വിഫാക്ഷൻ നടന്നതിന് ശേഷം ലിക്വിഡ് ആയതിനു ശേഷം നൈട്രജനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനോട് വേർതിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ നോർമലി നൈട്രജനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന, ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിവിടെ ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നോക്കാം. ഡൈനൈട്രജനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചില സിമ്പിൾ കെമിക്കൽ റിയാക്ഷൻസ് വഴി പ്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഒന്നാമത്തെ അമോണിയം ക്ലോറൈഡിൽ നിന്ന് ബൈ ദ ആക്ഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് സോഡിയം നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. NaNO2 സോഡിയം നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. അമോണിയം ക്ലോറൈഡ് സോഡിയം നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യം നൈട്രജൻ ആണ്. അപ്പം സോഡിയം നൈട്രേറ്റിലെ നൈട്രജനും ഈ പറയുന്ന അമോണിയം ക്ലോറൈഡിന്റെ നൈട്രജനും കമ്പൈൻ ചെയ്ത് നൈട്രജൻ ഗ്യാസ് ആയിട്ട് മാറുന്നു. പ്ലസ് സോഡിയം ക്ലോറിനോട് ചേർന്നിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ്. ഇനി നമുക്ക് 2 ഓക്സിജനും 4 ഹൈഡ്രജനും ഉണ്ട്. അത് കമ്പൈൻ ചെയ്ത് 2 മോളിക്യൂൾ വാട്ടറായിട്ട് മാറുന്നു. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഡൈനൈട്രജനെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് ബൈ ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ഡൈക്രോമേറ്റ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. NH4 2 times Cr2O7 ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ അമോണിയം ഡൈക്രോമേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ അമോണിയം ഡൈക്രോമേറ്റിനെ ഹീറ്റ് ചെയ്യുന്നു. നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു. തെർമൽ ഡീകമ്പോസിഷന് വിധേയമാകുന്നു അമോണിയം ഡൈക്രോമേറ്റിനെ. അപ്പോഴും നമുക്ക് ഡൈനൈട്രജൻ ഗ്യാസ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനകത്തെ 2 നൈട്രജൻ, അപ്പോൾ അത് എക്സ്പെൽ ചെയ്യുന്നു, ഡൈനൈട്രജൻ ഗ്യാസ് കിട്ടുന്നു. അതുപോലെ തന്നെ മൊത്തം 8 ഹൈഡ്രജൻ ഉണ്ട്. 8 ഹൈഡ്രജനെ നമുക്ക് 4 വാട്ടർ മോളിക്യൂളായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഉള്ള 7 ഓക്സിജനിൽ 4 ഓക്സിജൻ ഇവിടെ യൂസ് ചെയ്തു. ബാക്കി 3 ഓക്സിജൻ ഉണ്ട് ക്രോമിയമായിട്ട് ചേർന്നിട്ട് അത് Cr2O3 ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. ഈ റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ദിസ് ഈസ് കോൾഡ് അമോണിയം ഡൈക്രോമേറ്റ്. അപ്പോൾ അമോണിയം ഡൈക്രോമേറ്റിന്റെ തെർമൽ ഡീകമ്പോസിഷൻ വഴി നമുക്ക് ഡൈനൈട്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഈ റിയാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ വോൾക്കാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾക്കാനിക് ഇറപ്ഷൻ നമുക്കറിയാം. അപ്പൊ ഈ റിയാക്ഷൻ വളരെ വയലന്റ് ആയിട്ട് നടക്കുന്നു. ഇവിടെ നൈട്രജൻ ഗ്യാസ് എവല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ ക്രോമിയം ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് റിയാക്ഷൻ ഈസ് അക്കമ്പനീഡ് ബൈ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലുള്ള റിയാക്ഷൻസ് ആണ്. ഒരു ഹൈലി ഹീറ്റിന്റെ എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ റിയാക്ഷനെ നമുക്ക് എക്സിബിഷനിലൊക്കെ കെമിക്കൽ വോൾക്കാനോടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കാം. സോ ദിസ് റിയാക്ഷൻ ഫോംസ് ദ ബേസിസ് ഓഫ് കെമിക്കൽ വോൾക്കാൻ. കെമിക്കൽ വോൾക്കാൻ വെരി വെരി ഇമ്പോർട്ടന്റ്. സോ അമോണിയം ഡൈക്രോമേറ്റിന്റെ തെർമൽ ഡീകമ്പോസിഷൻ NH4 2 times Cr2O7 that is called ammonium dichromate, and by the thermal decomposition of ammonium dichromate we get nitrogen gas, and this reaction forms the basis of chemical volcano. അപ്പം അതൊന്ന് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി ഓർത്തിരിക്കണം. അപ്പം നമ്മുടെ ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഇതിനു മുമ്പിട്ട് നമ്മൾ എയറിന്റെ ലിക്വിഫാക്ഷൻ നടത്തി അതിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് നൈട്രജൻ ഗ്യാസിനെ വൻതോതിൽ വേർതിരിച്ചെടുക്കാം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ 2 കേസ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റ് 2 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നോക്കാം.
മൂന്നാമത് മനസ്സിലാക്കുന്നത് Ba(N3) 2 times. This is called barium acide. N3 ഗ്രൂപ്പ് വരുന്നതിനെയാണ് അസൈഡ് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബേരിയം അസൈഡ് എടുക്കാം. അതിന്റെ ഇതുപോലെ തെർമൽ ഡീകമ്പോസിഷൻ നടത്തുന്നു. അപ്പം ബേരിയം അസൈഡിന്റെ തെർമൽ ഡീകമ്പോസിഷൻ നമ്മൾ നടത്തുമ്പോൾ we will get barium plus 3 molecules of nitrogen gas. അപ്പൊ അവിടെ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ബേരിയം അസൈഡിന്റെ തെർമൽ ഡീകമ്പോസിഷൻ. ഇൻ എ സിമിലർ വേ നമുക്ക് നാലാമത് മറ്റൊരു മെത്തേഡ് ഉണ്ട്, സോഡിയം അസൈഡ് Na(N3). ദിസ് ഈസ് കോൾഡ് സോഡിയം അസൈഡ്. ഞാൻ 2 മോളിക്കൂൾ സോഡിയം അസൈഡ് എടുക്കുന്നു, അതിന്റെയും തെർമൽ ഡീകമ്പോസിഷൻ നടത്തുന്നു. അപ്പൊ എനിക്ക് 2 സോഡിയം ഫ്രീ ആയി, 3 മോളിക്കൂൾ നൈട്രജൻ ഗ്യാസ് അവിടെയും കിട്ടി. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ഈ അവസാനം പറഞ്ഞ ബേരിയം അസൈഡും സോഡിയം അസൈഡും, അപ്പൊ അസൈഡ് കോമ്പൗണ്ടുകളിൽ നിന്നും നമുക്ക് ഡൈനൈട്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ കിട്ടുന്ന ഡൈനൈട്രജൻ ഗ്യാസിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അസൈഡ് കോമ്പൗണ്ടുകളുടെ തെർമൽ ഡീകമ്പോസിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡൈനൈട്രജൻ ഗ്യാസ് വെരി പ്യുവർ നൈട്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പൊ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ. സോ ബേരിയം അസൈഡ്, സോഡിയം അസൈഡ്, N3 കോമ്പൗണ്ടുകൾ. N3 ഒരു -1, ആ ഒരു ഗ്രൂപ്പിനെ ഒന്ന് മനസ്സിലാക്കാം. N3 വിത്ത് എ -1. ദിസ് anion is called അസൈഡ് അയോൺ. ഇതിനെയാണ് നമ്മൾ അസൈഡ് അയോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ അസൈഡ് അയോൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ടുകളെ, അസൈഡ് അയോൺ വരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ തെർമൽ ഡീകമ്പോസിഷൻ വിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി നൈട്രജൻ കിട്ടും. ആ കിട്ടുന്ന നൈട്രജൻ വളരെ പ്യൂർ ആയിരിക്കും, വെരി പ്യൂർ നൈട്രജൻ ഗ്യാസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെരി പ്യൂർ നൈട്രജൻ ഗ്യാസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം acide compounds. Barium acide, sodium acide are examples. By the thermal decomposition of acide compounds, we get very pure nitrogen gas. Example, barium acide and sodium acide. അപ്പൊ തെർമൽ ഡീകമ്പോസിഷൻ നടത്തി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ മെൻഷൻ ചെയ്തതെല്ലാം ഡൈനൈട്രജന്റെ പ്രൊഡക്ഷൻ ആണ്. അതിൽ അവസാനം പറഞ്ഞ അസൈഡ് കോമ്പൗണ്ടുകളുടെ തെർമൽ ഡീകമ്പോസിഷൻ വഴി നൈട്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിൽ കിട്ടുന്ന നൈട്രജൻ, അങ്ങനെ കിട്ടുന്ന നൈട്രജൻ വളരെ പ്യുവർ നൈട്രജൻ ഗ്യാസ് ആയിരിക്കും. അതിന് പ്യൂരിറ്റി വളരെ കൂടുതലായിരിക്കും. മറ്റുള്ള മെത്തേഡുകളിൽ നൈട്രജൻ ഗ്യാസ് കിട്ടുന്നതിനെക്കാട്ടിൽ അസൈഡ് കോമ്പൗണ്ടുകൾക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അവരുടെ തെർമൽ ഡീകമ്പോസിഷൻ. അതുപോലെ തന്നെ കെമിക്കൽ വോൾക്കാനോടെ കേസ് ഓർക്കണം. അമോണിയം ഡൈക്രോമേറ്റിന്റെ തെർമൽ ഡീകമ്പോസിഷൻ വഴി നമുക്ക് നൈട്രജനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ അമോണിയം ക്ലോറൈഡ്, സോഡിയം നൈട്രൈറ്റ് ആണ്, NaNO2, അവരുടെ റിയാക്ഷൻ വഴി നമുക്ക് ഡൈനൈട്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക, ബുക്കിൽ എഴുതി മനസ്സിലാക്കി പഠിക്കുക. NCERT ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്യുക. ഈ ഭാഗം പഠിക്കാൻ ഏറ്റവും പ്രത്യേകിച്ച് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് NCERT ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ എൻട്രൻസ് എഴുതാനൊക്കെ പോകുമ്പോൾ നമുക്ക് NCERT ബേസ്ഡ് ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത്. സോ പ്രത്യേകിച്ച് ഇനോർഗാനിക്, ബ്ലോക്ക് എലമെന്റുകൾ, കോർഡിനേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ഹൈഡ്രജൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ഇനോർഗാനിക് ചാപ്റ്റേഴ്സ് ഏറ്റവും നല്ലതായിട്ട് റെഫർ ചെയ്യേണ്ടത് NCERT തന്നെയാണ്. അതിലുള്ള കൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കുക. എൻട്രൻസിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ അതിനകത്ത് ചോദിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. കീപ് ഓൾ ദീസ് തിങ്സ് ഇൻ മൈൻഡ്. ഇനി നമുക്ക് അടുത്തത് ഡൈനൈട്രജൻ ഗ്യാസിന്റെ കുറച്ച് പ്രോപ്പർട്ടി ബേസ്ഡ് കാര്യങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഡൈനൈട്രജന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ അടുത്ത മൂവ് ചെയ്യുന്നത്. നമ്മളിനി ഡൈനൈട്രജന്റെ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഡൈനൈട്രജൻ റൂം ടെമ്പറേച്ചറിൽ, നോർമൽ ടെമ്പറേച്ചറിൽ ഇനർട്ട് ആണ്. അത് ഇനർട്ട് അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വേരിയസ് ആയിട്ടുള്ള മെറ്റലർജിക്കൽ പ്രോസസ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡൈനൈട്രജന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ അതാണ്. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇത് ഇനർട്ടായിട്ടിരിക്കാനുള്ള കാരണം, നോർമൽ കോഴ്സിൽ രണ്ട് നൈട്രജൻ ഒരു ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി വളരെ കൂടുതലാണ്, ഏകദേശം ഒരു 941.4 kJ/mol. അപ്പൊ ആ ഒരു റേഞ്ചിലാണ് ഇവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി വരുന്നത്. അത് ഹ്യൂജ് വാല്യൂ ആണ്. അപ്പൊ ഈ ട്രിപ്പിൾ ബോണ്ട് നോർമൽ ടെമ്പറേച്ചർ ബ്രേക്ക് ആകില്ല. സോ ദേ ആർ, അല്ലെങ്കിൽ നൈട്രജൻ N2 മോളിക്യൂൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ലെസ് റിയാക്റ്റീവ് ആയിട്ട് റൂം ടെമ്പറേച്ചർ ആകാനും കാരണം ഈ ട്രിപ്പിൾ ബോണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പി മൾട്ടിപ്പിൾ ബോണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്ത് ഇത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിന്റെ 1-2 കെമിക്കൽ റിയാക്ഷൻസിലേക്ക് പോവാം. ഈ ഡൈനൈട്രജൻ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ജനറൽ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് നൈട്രൈഡുകളെ ആയിരിക്കും അവർ ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം, നൈട്രജൻ ഗ്യാസ് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ
നമുക്ക് കിട്ടുന്ന നൈട്രേറ്റ് അത് അയോണിക് നൈട്രേറ്റ് ആയിരിക്കും. ഇനി അതേസമയം നൈട്രജൻ ഗ്യാസ് ഒരു നോൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കിട്ടുന്നത് നൈട്രേറ്റ് തന്നെ, അത് കോവാലന്റ് നൈട്രേറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് നൈട്രജൻ ഗ്യാസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അയോണിക് നൈട്രേറ്റ്, നൈട്രജൻ ഗ്യാസ് ഡൈനൈട്രജൻ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ കോവാലന്റ് നൈട്രേറ്റ്. നമുക്ക് ഈ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. അപ്പൊ നല്ലൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് അവിടുന്ന് പോയി കഴിഞ്ഞാൽ, മഗ്നീഷ്യം ലിഥിയവുമായിട്ടൊക്കെ നൈട്രജൻ വളരെ നന്നായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റിൽ മഗ്നീഷ്യത്തിന്റെയും ലിഥിയത്തിന്റെയും ഡയഗണൽ റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ്. അതിനൊരു എക്സാമ്പിളുകളാണിത്. അപ്പൊ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നൈട്രജൻ മെറ്റൽസുമായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് നൈട്രജൻ നമ്മുടെ ഓർഡിനറി ലിഥിയവുമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ ലിഥിയത്തിന്റെ നൈട്രേറ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഇവിടെ Li3n ഇങ്ങനൊരു കോമ്പൗണ്ട് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ 2 ടൈംസ് ഇടുമ്പോൾ നമുക്ക് ബാലൻസ് ആയി, ഇവിടെ 6 ടൈംസ്. സോ ഡൈനൈട്രജൻ റിയാക്ട് വിത്ത് ലിഥിയം, അപ്പൊ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കിട്ടുന്ന ലിഥിയത്തിന്റെ നൈട്രേറ്റ്. ഇത് അയോണിക് നൈട്രേറ്റ് ആണ്, അയോണിക് നേച്ചർ കാണിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ ഡൈനൈട്രജൻ ഇതുപോലെ തന്നെ 3 മോളിക്കൂൾ മഗ്നീഷ്യവുമായിട്ട് അല്ലെങ്കിൽ 3 ടൈംസ് മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മഗ്നീഷ്യത്തിന്റെ നൈട്രേറ്റ് ആയിരിക്കും കിട്ടുന്നത്. Mg3n2 എന്ന് പറയുന്നു. വാലൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, നൈട്രജന്റെ വാലൻസി മഗ്നീഷ്യത്തിനും മഗ്നീഷ്യത്തിന്റെ വാലൻസി നൈട്രജനും കൊടുക്കുന്നു. അപ്പൊ നമ്മളിവിടെ ബാലൻസ്ഡ് ആവാൻ വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, കാരണം ഓൾറെഡി ഈക്വേഷൻ ബാലൻസ്ഡ് ആണ്. അപ്പൊ 3 മഗ്നീഷ്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കിവിടെ നൈട്രജൻ മെറ്റൽസുമായിട്ട് അയോണിക് നൈട്രേറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് 2 എക്സാമ്പിൾ ആണ്. നൈട്രജൻ ലിഥിയവുമായിട്ട് റിയാക്ട് ചെയ്ത ലിഥിയത്തിന്റെ നൈട്രേറ്റ്, അതുപോലെ നൈട്രജൻ മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്ത മഗ്നീഷ്യത്തിന്റെ നൈട്രേറ്റ്. ഈ 2 റിയാക്ഷനും കിട്ടുന്ന നൈട്രേറ്റുകളുടെ നേച്ചർ അയോണിക് ആണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം, എസ് ബ്ലോക്ക് എലമെന്റുകളിൽ ലിഥിയവും മഗ്നീഷ്യവും ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അവർക്ക് ഡയഗണലി അവർ റിലേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ ഒരു സിമിലർ റിയാക്ഷൻ കൂടാണ് ഇത്. നമുക്ക് ആ ഒരു എക്സാമ്പിളിലും ഇത് ചേർത്ത് പിടിക്കാം. ഇനി നമുക്ക് നൈട്രജൻ നോൺ മെറ്റൽസുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം, രണ്ടാമത് ഉദാഹരണമായിട്ട്. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ വെൽ നോൺ ആയിട്ട് മിക്കവാറും കെമിസ്ട്രി ക്ലാസ്സുകളിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ്. നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ നോർമൽ നൈട്രജൻ 3 മോളിക്കൂൾ ഹൈഡ്രജനുമായിട്ട് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നമുക്ക് 2 മോളിക്കൂൾ അമോണിയ ഗ്യാസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിവേഴ്സിബിൾ ആയിട്ട് അമോണിയ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ സ്പെസിഫിക് ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെ ഉണ്ട്. അമോണിയയുടെ മാനുഫാക്ചറിംഗിന്റെ സമയത്ത് നമുക്ക് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് തൽക്കാലത്തിന് ഇങ്ങനെ മനസ്സിലാക്കാം, ഈ കിട്ടിയ അമോണിയ ഒരു നൈട്രേറ്റ് ആണ്, അതൊരു കോവാലന്റ് നൈട്രേറ്റ് ആണ്. നല്ലതായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഡൈനൈട്രജന്റെ മറ്റൊരു റിയാക്ഷൻ ആണ്, ഡൈനൈട്രജൻ ഡയോക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിലെ ഡയോക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2 നൈട്രജൻ മോണോക്സൈഡ് ആണ് അവിടെ കിട്ടുന്നത്. പക്ഷെ ഒരു റിയാക്ഷൻ, ഈ റിയാക്ഷനിൽ ഒരു കേസ് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എബൌട്ട് 2000 കെൽവിൻ, അതായത് 2000 കെൽവിനിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. വെരി ഹൈ ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നൈട്രജൻ അല്ലെങ്കിൽ ഡൈനൈട്രജൻ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത കോവാലന്റ് നൈട്രേറ്റുകളെ ഫോം ചെയ്യുന്നു. അതിന് ഉദാഹരണമാണ് നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിവേഴ്സിബിൾ ആയിട്ട് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് അത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ നൈട്രജൻ മോണോക്സൈഡ് ഉണ്ടാകുന്നു. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്. വെരി വെരി യൂസ്ഫുൾ ഇക്വേഷൻ ആണ്. കാരണം നമുക്ക് നൈട്രജന്റെ ഓക്സൈഡുകൾ പഠിക്കാനുണ്ട്. അപ്പൊ നൈട്രജൻ മോണോക്സൈഡ് നൈട്രജന്റെ ഓക്സൈഡ് വിഭാഗത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഓക്സൈഡ് ആണ്. അപ്പൊ അത് 2000 കെൽവിൻ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. സോ അപ്പൊ നമുക്ക് നൈട്രജൻ മെറ്റൽസുമായിട്ടും നോൺ മെറ്റൽസുമായിട്ടും റിയാക്ട് ചെയ്ത്, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അയോണിക് നൈട്രേറ്റുകളും അതുപോലെ തന്നെ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കോവാലന്റ് നൈട്രേറ്റുകളെയും നൈട്രജൻ നിർമ്മിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പം ഡൈനൈട്രജന്റെ പ്രിപ്പറേഷൻ, ഡൈനൈട്രജന്റെ സം പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ആസ് വെൽ ആസ് കെമിക്കൽ പ്രോപ്പർട്ടി, ഇത്രയും മനസ്സിലാക്കുക. ഡൈനൈട്രജൻ നോർമൽ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിൽ ഇനർട്ട് ആണ്, അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് ആണ്. കാരണം നൈട്രജന് മറ്റൊരു നൈട്രജനുമായിട്ട് ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് ഒരു N2 മോളിക്കൂളിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ വെരി ഹൈ എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ദാറ്റ് ബോണ്ട്. ഹെൻസ് നൈട്രജൻ ഈസ് ലെസ് റിയാക്റ്റീവ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതുപോലെ തന്നെ നൈട്രജൻ ഗ്യാസിനെ നമുക്ക് അമോണിയയുടെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ, ഡൈനൈട്രജൻ ഗ്യാസിനെ പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാം. അത് നമുക്ക് എൻട്രൻസിന് പഠിച്ചു വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഡൈനൈട്രജന്റെ ഒരു പ്രധാനപ്പെട്ട യൂസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നു. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡൈനൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡൈനൈട്രജൻ വെച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്
CaC2 കാൽഷ്യം കാർബൈഡ് എന്നാണ് ഇതിനെ പറയുന്നത്. കാൽഷ്യം കാർബൈഡ് അത് നമ്മുടെ ഓർഡിനറി ഡൈനൈട്രോജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹൈ ടെമ്പറേച്ചർ ആണ് ഇവിടെ വരുന്നത്. 1273 കെൽവിൻ ഹൈ ടെമ്പറേച്ചറിൽ കാൽഷ്യം കാർബൈഡും ഡൈനൈട്രോജനും കൂടെ റിയാക്ട് ചെയ്തിട്ട്, ഇത് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ആയിട്ട് വന്നു CaCN2 ടൈംസ്. ഈ കാൽഷ്യം അതിനകത്ത് സയനൈഡ് ഗ്രൂപ്പ് വന്നാൽ ഇതിനെ കാൽഷ്യം സയനാമൈഡ് എന്ന് വിളിക്കുന്നു. This is called calcium cyanamide. It is used as a fertilizer under the name nitrolim. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കാൽഷ്യം കാർബൈഡും ഡൈനൈട്രോജൻ ഗ്യാസും ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്താൽ കാൽഷ്യം സയനാമൈഡ് കിട്ടുന്നു. ഈ കാൽഷ്യം സയനാമൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ തിരിച്ച് നമുക്ക് അമോണിയ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാൽഷ്യം സയനാമൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ. ഇതൊരു ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഫെർട്ടിലൈസർ ആയിട്ട് ഇതിനെ ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ നൈട്രോലിം എന്നാണ് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസ് എക്സാമിനേഷൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് നൈട്രോലിം. അത് കാൽഷ്യം സയനാമൈഡ് ആണ്. കാൽഷ്യം സയനാമൈഡിനെ വാട്ടറുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് അമോണിയ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കും. ഫെർട്ടിലൈസർ ആയിട്ട് കാൽഷ്യം സയനാമൈഡിനെ ഉപയോഗിക്കും. അതിനെ വിളിക്കുന്നവരാണ് നൈട്രോലിം എന്ന് പറയുന്നത്. അപ്പൊ ചില അവസരങ്ങളിൽ ഈ കാൽഷ്യം സയനാമൈഡിന്റെ കൂടെ ഒരു കാർബണും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കാൽഷ്യം സയനാമൈഡിനെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. CaCN twice plus C. This is the correct representation of calcium cyanamide and it is used as a fertilizer in this name നൈട്രോലിം. നൈട്രോലിം എന്നറിയപ്പെടുന്ന പേരിലാണ് ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത്. ഇത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് അതിന്റെ ഫെർട്ടിലൈസിങ് ആക്ഷന് കാരണം. അമോണിയ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കേസാണ്. അപ്പൊ കാൽഷ്യം കാർബൈഡും അതുപോലെ തന്നെ നൈട്രോജനും കൂടെ ഹൈ ടെമ്പറേച്ചർ റിയാക്ട് ചെയ്തിട്ടാണ് കാൽഷ്യം സയനാമൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നൈട്രോജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസിൽ വരുന്നത്. പിന്നെ അമോണിയ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അമോണിയ ഗ്യാസിനെ കുറിച്ചാണ്. അപ്പൊ ഡൈനൈട്രോജന്റെ പഠനത്തിന് ശേഷം അമോണിയ ഗ്യാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അമോണിയ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത്. അപ്പൊ അമോണിയ ഗ്യാസ് മിക്കവാറും നമ്മുടെ ഫെർട്ടിലൈസേഴ്സിലെല്ലാം ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് ഇങ്ങനെയൊക്കെയുള്ള ചില ഫെർട്ടിലൈസേഴ്സിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അമോണിയയുടെ യൂസ് എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡിന്റെ നിർമ്മാണമാണ്. അങ്ങനെ കുറേ കേസുകളിൽ നമുക്ക് അമോണിയ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഈ അമോണിയ ആദ്യം തന്നെ നമുക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. അമോണിയ കണ്ടെയ്നിങ് സോൾട്ടിനെ ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ്, അപ്പം കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവരുമായിട്ടൊക്കെ അമോണിയ കണ്ടെയ്നിങ് സോൾട്ടുകളെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കേസ്, അപ്പോൾ അമോണിയയുടെ കേസ് എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തത് അമോണിയം ക്ലോറൈഡ് NH4Cl എടുത്തു. അതിനകത്തോട്ട് CaOH2 കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു റിയാക്ഷൻ 2 times NH4Cl ബാലൻസ് ചെയ്യാൻ വേണ്ടി കാൽഷ്യവും ക്ലോറിനും കൂടെ ചേർന്ന് കാൽഷ്യം ക്ലോറൈഡ് പുറത്തു പോകുന്നു. പ്ലസ് ഇവിടെ നമുക്ക് 2 മോളിക്കൂൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാലൻസ് ഉള്ള 2 മോളിക്കൂൾ വാട്ടർ. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ അമോണിയ കണ്ടെയ്നിങ് ഒരു സോൾട്ടാണ് അമോണിയം ക്ലോറൈഡ്. അതിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്താൽ അമോണിയ ഗ്യാസിനെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമുക്ക് ലബോറട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമതൊരു കേസ് നോക്കേണ്ടത് അമോണിയം സൾഫേറ്റ് എടുക്കുന്നു. അപ്പോൾ NH4 2 times SO4 ഇതാണ് അമോണിയം സൾഫേറ്റ്. ഇതിനകത്തോട്ട് 2 times സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ എന്നാണ് സോഡിയം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്നത്, അത് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ സോഡിയം സൾഫേറ്റ് കൂടെ ചേർന്നിട്ട് Na2SO4 സോഡിയം സൾഫേറ്റ് കിട്ടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 2 മോളിക്കൂൾ അമോണിയ ഗ്യാസ്, അതിൻ്റെ കൂട്ടത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മോളിക്കൂൾ വാട്ടർ. ഇത്രയും റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അമോണിയ കണ്ടെയ്നിങ് സോൾട്ടുകൾ അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ് ഇവർ സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമോണിയ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. ഈ ഒരു സിമ്പിൾ റിയാക്ഷൻ വഴി നമുക്ക് അമോണിയ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. പക്ഷേ അമോണിയ ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കേട്ടുപരിചയമുണ്ട്, ഹേബർ പ്രോസസ് എന്നാണ് അതിനെ പറയുന്നത്. ഓൺ എ ലാർജ് സ്കെയിൽ അമോണിയ ക്യാൻ ബി മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രോസസ് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ്. അപ്പം ഈ ഹേബർ പ്രോസസ്സിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നൈട്രജൻ ഗ്യാസ്
3 മോളിക്കൂൾ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് റിവേഴ്സിബിൾ ആയിട്ട് 2 മോളിക്കൂൾ അമോണിയ ഗ്യാസ് ആയിട്ട് മാറുന്നു. അപ്പോൾ എല്ലാം റിയാക്റ്റന്റും പ്രോഡക്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ടെമ്പറേച്ചർ, പ്രഷർ, സിറ്റുവേഷൻ, അതുപോലെ തന്നെ കാര്യങ്ങൾ, ഇവിടുത്തെ ഒപ്റ്റിമം കണ്ടീഷൻ ടു മാക്സിമൈസ് ദ ഈൽഡ് ഓഫ് അമോണിയ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഹേബർ പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് ഈ ബാലൻസ്ഡ് ഇക്വേഷൻ പറയാം. നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അമോണിയ ഗ്യാസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 700 കെൽവിൻ ടെമ്പറേച്ചർ ആവശ്യമാണ്. 773 ആണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റ് അനുസരിച്ച് ഓൾമോസ്റ്റ് ഒരു 700 കെൽവിൻ ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു 200 ATM പ്രഷറും ഈ ഒരു പ്രോസസ്സിന് ഒപ്റ്റിമൽ ലെവൽ ആവശ്യമാണ്. അപ്പോൾ 200 ATM പ്രഷർ, 700 കെൽവിൻ ടെമ്പറേച്ചർ. ഇത് പോരാതെ അല്ലെങ്കിൽ ഇത് കൂടാതെ നമുക്ക് കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് കൂടെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മൾ നൗ എ ഡേയ്സ് വി ആർ യൂസിങ് ദ കാറ്റലിസ്റ്റ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് അവിടെ K2O Al2O3 ഇത് സപ്പോർട്ടിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പൊട്ടാസ്യത്തിന്റെ ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും അയൺ ഓക്സൈഡിന്റെ കൂടെ സപ്പോർട്ടിങ് ഏജന്റ് ആയിട്ട് കാറ്റലിറ്റിക് പ്രൊമോട്ടർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ ഹേബർ പ്രോസസ്സിൽ അയൺ ഓക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പണ്ട് സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പൊക്കെ നമ്മൾ വെറും അയണിനെ ഉപയോഗിച്ചിരുന്നു. സ്പോഞ്ചി അയണിനെ നമുക്ക് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അവിടെ സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്ന സമയത്ത് മോളിബിഡിനം എന്ന് പറയപ്പെടുന്ന മെറ്റൽ കാറ്റലിറ്റിക് പ്രൊമോട്ടർ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ അയൺ മോളിബിഡിനം ഉപയോഗിക്കാറില്ല. ഇപ്പൊ നമ്മൾ അയൺ ഓക്സൈഡും K2O Al2O3 ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ 700 കെൽവിൻ ടെമ്പറേച്ചർ ആവശ്യമാണ്, 200 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത്രയുമാണ് ഒപ്റ്റിമം കണ്ടീഷൻ അമോണിയയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട്. ലേഷാലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഹൈ പ്രഷർ കൂട്ടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയും കൂടുതൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഹേബർ പ്രോസസ് എന്ന് പറയുന്നത്. സോ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിംഗ് ഓഫ് അമോണിയ, ദാറ്റ് ഈസ് കോൾഡ് ഹേബർ പ്രോസസ്. And the optimum conditions are 700 Kelvin temperature, 200 ATM pressure, and use the catalyst iron oxide and potassium oxide and aluminum oxide are used as catalytic promoters. These are the important aspects regarding this Haber process. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് അമോണിയമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ സ്ട്രക്ചർ, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, അങ്ങനെയൊക്കെയുള്ള കുറെ പാരാമീറ്റേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം അമോണിയയുടെ ബോണ്ട് ആംഗിൾ, ബോണ്ട് ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അതിന്റെ സ്ട്രക്ചറിലേക്ക്, അമോണിയയുടെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ VSEPR തിയറി അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം നൈട്രജൻ ഈസ് ഇൻ ദ സെൻട്രൽ പാർട്ട്. അപ്പൊ നൈട്രജനകത്തൊരു ലോൺ പെയർ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് 3 ഹൈഡ്രജൻ വരുന്നുണ്ട്. ഒരു ഹൈഡ്രജൻ നമ്മൾ എവേ ഫ്രം ദ ഒബ്സർവർ, ഡാഷ്ഡ് വെഡ്ജ് റെപ്രസെന്റേഷൻ ആണ് ഒരെണ്ണത്തിൽ കൊടുത്തിരിക്കുന്നത് NCERT ടെക്സ്റ്റ് അനുസരിച്ച്. അപ്പൊ ഈ ഡാഷ്ഡ് വെഡ്ജ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ബോണ്ട് പ്രൊജക്ടിങ് എവേ ഫ്രം ദ ഒബ്സർവർ, നോക്കുന്ന ആളുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നു. എനിവേ ഇതിനൊരു പിരമിഡൽ ഷേപ്പ് ആണ് നമുക്ക് കിട്ടുന്ന, പിരമിഡൽ ഷേപ്പ്. അപ്പൊ ഇതിന് പിരമിഡൽ ഷേപ്പ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ നമ്മൾ ബോണ്ട് ആംഗിൾ നോക്കുമ്പോൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 107.8 ഡിഗ്രിയാണ് അമോണിയയുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് നമ്മൾ നോക്കിയാൽ, നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് നോക്കിയാൽ 101.7 പൈക്കോമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഈ ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്തും ഒക്കെ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ നൈട്രജൻ, സെൻട്രൽ ആറ്റം ആയിട്ടുള്ള നൈട്രജൻ, ഇറ്റ് ഈസ് ഇൻ sp3 ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും അമോണിയയുടെ ജോമെട്രി സ്ട്രക്ചർ എന്ന് പറയുന്നത് പിരമിഡലാണ്. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 107.8 ഡിഗ്രിയാണ്. അതുപോലെ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 101.7 പൈക്കോമീറ്റർ ആണ്. അതുപോലെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് നമുക്കിവിടെ അമോണിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചർച്ച ചെയ്യാനുള്ള അമോണിയയുടെ റിയാക്ഷൻസ് ആണ്. അമോണിയ വാട്ടറിൽ നന്നായിട്ട് സോലുബിൾ ആവുന്ന ഒരു ഗ്യാസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം NH3 അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കോമ്പോസിഷൻ ആണ് അത് അച്ചീവ് ചെയ്യുന്നത്. NH4+OH-. അമോണിയ ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കോമ്പോസിഷൻ കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്, ഒരു വീക്ക് ബേസ് ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ NH3 നമ്മൾ അമോണിയ ഗ്യാസിനെ നോക്കുമ്പോൾ അതിനകത്ത് നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അമോണിയ ഡൊണേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു ലൂയിസ് ബേസ് ആയിട്ട് അമോണിയ ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ട് അമോണിയ ഒരു ലൂയിസ് ബേസ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ നൈട്രജൻ ആറ്റം. അപ്പൊ നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അമോണിയെ ലൂയിസ് ബേസ് ആക്കി മാറ്റുന്നത്. കാരണം ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളെയാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട 1-2 റിയാക്ഷൻസ് ഉണ്ട്. അക്വസ് മെറ്റാലിക് അയോൺസുമായിട്ട് അമോണിയ റിയാക്ട് ചെയ്ത് കോർഡിനേഷൻ കോംപ്ലക്സുകളെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണത്തിന് നമ്മളിപ്പം കോപ്പർ
2+ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. അക്വസ് മീഡിയത്തിൽ കോപ്പർ 2+ എടുക്കുന്നു. അത് അമോണിയ ഗ്യാസുമായിട്ട് അക്വസ് മീഡിയത്തിൽ തന്നെ റിയാക്ട് ചെയ്യുന്നു. ഒരു 4 മോളിക്കൂൾ അമോണിയ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഫോർമേഷൻ ആണ് CuNH3 4 ടൈംസ് ഓവറോൾ ചാർജ് 2+. ഇങ്ങനെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോപ്പർ 2+ന് ബ്ലൂ കളറാണ്. അത് അമോണിയ ഗ്യാസുമായിട്ട് ചേർന്നിട്ട് കോർഡിനേഷൻ കോംപ്ലക്സ് ആയിട്ട് മാറുമ്പോൾ അത് ഡീപ്പ് ബ്ലൂ കളറായിട്ട് മാറും. ഇറ്റ് ഈസ് കൺവെർട്ടഡ് ടു ഡീപ്പ് ബ്ലൂ കളർ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അമോണിയയിലെ നൈട്രജന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കോപ്പർ 2+ന് ഡൊണേറ്റ് ചെയ്തിട്ടാണ് കോർഡിനേറ്റീവ് ഉണ്ടാവുന്നത്. അപ്പം അക്വസ് മെറ്റാലിക് അയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കോർഡിനേഷൻ കോംപ്ലക്സ് ആയി മാറാനുള്ള എബിലിറ്റി അമോണിയക്കുണ്ട്. അപ്പോൾ ബ്ലൂ കളർ ഓഫ് കോപ്പർ 2+ ഈസ് കൺവെർട്ടഡ് ടു ഡീപ്പ് ബ്ലൂ കളർ. ഇതുപോലെ തന്നെ സിൽവർ പ്ലസുമായിട്ടും അമോണിയ ഗ്യാസ് റിയാക്ട് ചെയ്യാറുണ്ട്. അതിന്റെ റിയാക്ഷൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഇങ്ങനെയാണ് റിയാക്ഷൻ. Ag പ്ലസ് Cl- കമ്പൈൻ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും അത് സിൽവർ ക്ലോറൈഡ് ആയിട്ട് മാറും. ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഈ സിൽവർ ക്ലോറൈഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ AgCl റിയാക്ട് വിത്ത് 2 മോളിക്യൂൾസ് ഓഫ് അമോണിയ ഗ്യാസ്, 2 മോളിക്യൂൾ അമോണിയ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെയും ഒരു കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ്. AgNH3 ചോയ്സ് ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ് 1 ക്ലോറിൻ ആറ്റം. ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള AgCl കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ അത് കളർലെസ് ആയിട്ട് മാറുന്നു. ഇറ്റ് ഈസ് കൺവെർട്ടഡ് ടു കളർലെസ്. ഇറ്റ് ഈസ് കളേർഡ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം Ag+ എന്ന് പറഞ്ഞ അയോൺ അല്ലെങ്കിൽ Cu2+ എന്ന് പറഞ്ഞ അയോൺ, ഈ അയോണുകളെയൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് അമോണിയമായിട്ടുള്ള റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അമോണിയയിൽ നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അമോണിയ ഒരു ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് നല്ല ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ കോപ്പർ 2+മായിട്ടും Ag+മായിട്ടും റിയാക്ട് ചെയ്ത് കോർഡിനേഷൻ കോംപ്ലക്സുകൾ നിർമ്മിക്കുന്നത്. അപ്പൊ കളർ ചേഞ്ച് അവിടെ ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. ഈ കളർ ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മെറ്റൽസുകളെ തിരിച്ചറിയാനുള്ള ഒരു ഡിറ്റക്ഷൻ മെത്തേഡുകളാണ് അമോണിയ ഇവിടെ സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു, ചെറുതായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ആവുന്നു, വിച്ച് ഈസ് എ വീക്ക് ബേസ്. ഇത്തരം റിയാക്ഷൻ ആണ് അമോണിയ കൊടുക്കുന്നത്. അപ്പം നല്ലതായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിരമിഡൽ ഷേപ്പ് ആണ് അതിനുള്ളത്. ബോണ്ട് ആംഗിൾ, ബോണ്ട് ലെങ്ത്, ഹൈബ്രിഡൈസേഷൻ, ഇതൊക്കെ നന്നായിട്ട് ഈ ഭാഗത്ത് ഓർത്തിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. എൻട്രൻസ് എക്സാമിനേഷന് ഒരു എൻട്രൻസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് നൈട്രജന്റെ ഓക്സൈഡുകൾ. അതിനകത്ത് നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, പ്രോപ്പർട്ടി, ഇതൊക്കെ അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കേണ്ട 1-2 കേസ് ഉണ്ട്. ഒരു 3-4 എണ്ണം നമ്മളുടെ NCERT ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ മോളിക്കുലർ ഫോർമുല, അതുപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, നേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതിലാദ്യം ഓക്സൈഡ്സ് ഓഫ് നൈട്രജനിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഓക്സൈഡ് എന്ന് പറയുന്നത് N2O എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. N2O ഇതിനെ നമ്മൾ നൈട്രസ് ഓക്സൈഡ് എന്ന് വിളിക്കുന്നു. ഈ നൈട്രസ് ഓക്സൈഡിന് ഒരു കോമൺ നെയിം ഉണ്ട്, ലാഫിംഗ് ഗ്യാസ്. അപ്പൊ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന നൈട്രജന്റെ ഓക്സൈഡാണ് N2O എന്ന് പറയുന്നത്. അപ്പം ഇതൊരു കേസ് നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ pH നേച്ചറും അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസും ഒക്കെ മനസ്സിലാക്കണം. ഇതൊരു ന്യൂട്രൽ ഗ്യാസ് ആണ്. അതുപോലെ തന്നെ ആ ഒരു കേസിൽ അപ്പം ന്യൂട്രൽ ഗ്യാസ് ആണ്. അതിന് അസിഡിക് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കണം ഇറ്റ് ഈസ് എ ന്യൂട്രൽ ഗ്യാസ്. ന്യൂട്രൽ ഗ്യാസ് എന്ന് പറയാൻ പറ്റും നൈട്രസ് ഓക്സൈഡ് എന്ന് പറയാം. അനസ്തേഷ്യക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്, വളരെ പ്രധാനമായിട്ടാണ്. അതിനെ കോമൺ ആയിട്ട് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയും. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോണം, ലാഫിംഗ് ഗ്യാസ്. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്താൽ, അപ്പോൾ അതിന് മുമ്പിട്ട് ഒരു കേസ്, നൈട്രസ് ഓക്സൈഡിൽ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിജൻ ഇവിടെ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പം ഒരു നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. നൈട്രജൻ ഈസിന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇതിന്റെ പ്രിപ്പറേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അമോണിയം നൈട്രേറ്റ് NH4NO2, അമോണിയം നൈട്രേറ്റിന് നമ്മൾ തെർമൽ ഡീകമ്പോസിഷൻ നടത്തിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ നൈട്രസ് ഓക്സൈഡിനെ അല്ലെങ്കിൽ ലാഫിംഗ് ഗ്യാസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിവിടെ ടെമ്പറേച്ചർ കൊടുക്കുന്നു, അമോണിയം നൈട്രേറ്റ്. അപ്പോൾ നമുക്കിവിടെ N2O പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. N2O ബാക്കി ബാലൻസ്ഡ് ആയിട്ട് ഉള്ളത് വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. 2 മോളിക്കൂൾ വാട്ടർ H2H2. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ 2 നൈട്രജൻ ഒരു ഓക്സിജനോട് ചേർന്ന് N2O, അതുപോലെ തന്നെ 4 ഹൈഡ്രജൻ 2 ഓക്സിജൻ, അപ്പോൾ 2H2 ആയിട്ട് മാറും. ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് നൈട്രസ് ഓക്സൈഡ് ഓർ ലാഫിംഗ് ഗ്യാസ്. അപ്പം നമുക്ക് അമോണിയം നൈട്രേറ്റ് എന്ന് പറയപ്പെടുന്ന മെറ്റീരിയലിന്റെ തെർമൽ ഡീകമ്പോസിഷൻ വഴിയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള നൈട്രജന്റെ ഓക്സൈഡ്, സെക്കൻഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നൈട്രജന്റെ ഓക്സൈഡ് ആണ് നൈട്രജൻ മോണോക്സൈഡ് എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് നൈട്രജൻ മോണോക്സൈഡ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ നൈട്രജൻ മോണോക്സൈഡിൽ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇതും കളർലെസ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഒരു ന്യൂട്രൽ ഗ്യാസ് ആണെന്ന് പറയാൻ പറ്റും. ന്യൂട്രൽ ഗ്യാസ് ആണ് നൈട്രജൻ മോണോക്സൈഡ്. ഇറ്റ് ഈസ് ഓൾസോ കളർലെസ്. ഇറ്റ് ഈസ് എ കളർലെസ് ന്യൂട്രൽ ഗ്യാസ്. അതുപോലെ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. നൈട്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു അറ്റ് 2000 കെൽവിൻ. വി ആർ ഗെറ്റിംഗ് 2 നൈട്രജൻ മോണോക്സൈഡ്. ഇതാണ് ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ന്യൂട്രൽ ഗ്യാസ് ആണ്, കളർലെസ് ആണ്. അപ്പം ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നൈട്രജന്റെ ഓക്സൈഡുകളിൽ ന്യൂട്രൽ ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഓക്സൈഡുകളാണ് നൈട്രസ് ഓക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ മോണോക്സൈഡും. അവരുടെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മനസ്സിലാക്കുക. അതുപോലെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. സോ NCERT ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്താൽ ആ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇനിയുള്ള 1-2 കേസാണ് ആസിഡിക് ആയിട്ടുള്ള നൈട്രജന്റെ ഓക്സൈഡുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നൈട്രജൻ ഡയോക്സൈഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇത് അസിഡിക് ആണ്, ബ്രൗൺ ഗ്യാസ് ആണ്. ഇത്രയാണ് നമുക്ക് നൈട്രജൻ ഡയോക്സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ള നൈട്രജൻ ഓക്സൈഡുകളെല്ലാം അസിഡിക് ആയിട്ട് മാറുന്നു. അപ്പോൾ അസിഡിക് ബ്രൗൺ ഗ്യാസ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. സോൾട്ട് അനാലിസിസിലൊക്കെ നമ്മൾ +2 ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. അസിഡിക് ബ്രൗൺ ഗ്യാസ്. അപ്പം ലെഡ് നൈട്രേറ്റ് എടുക്കുന്നു, 2 മോളിക്കൂൾ ലെഡ് നൈട്രേറ്റ് PbNO3. അപ്പം നമ്മൾ ലെഡ് നൈട്രേറ്റിനെ എടുത്തിട്ടു 673 കെൽവിനിൽ ഹീറ്റ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ മിനിമം ടെമ്പറേച്ചർ. 673 കെൽവിനിൽ ലെഡ് നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 മോളിക്കൂൾ നൈട്രജൻ ഡയോക്സൈഡ്, അതുപോലെ തന്നെ 2 മോളിക്കൂൾ PbO ലെഡ് ഓക്സൈഡ്, ബാക്കിയുള്ളത് ഓക്സിജനായിട്ട് മാറുന്നു. ഇതാണ് ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ലെഡ് നൈട്രേറ്റിനെ 673 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൈട്രജൻ ഡയോക്സൈഡും ലെഡ് ഓക്സൈഡും അതുപോലെ തന്നെ ഓക്സിജനും ആവുന്നു. ഇറ്റ് ഈസ് കളേർഡ്, ബ്രൗൺ ഗ്യാസ് ആണ്, അസിഡിക് ആണ്. അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കണം. ഇനി അടുത്ത നമ്മൾ 4ാമത് മറ്റൊരു റിയാക്ഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഓക്സൈഡിനെ പരിചയപ്പെടുന്നു. N2O3. ഇതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഡൈനൈട്രജൻ ട്രയോക്സൈഡ്. ഡൈനൈട്രജൻ ട്രയോക്സൈഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നൈട്രജന്റെ ഈ NO2ൽ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +4 ആണ്. ഇവിടെ നമ്മൾ N2O3ൽ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +3 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതനുസരിച്ച് അസിഡിക് ബിഹേവിയർ കൂടും. അപ്പൊ നമ്മൾ ഈ NO2 അസിഡിക് ബ്രൗൺ ഗ്യാസ് ആണ്. ഇവിടെ N2O3 അത് അസിഡിക് ആണ്, പക്ഷെ ബ്ലൂ സോളിഡ് ആണ്. അപ്പം സോളിഡ് സ്റ്റേറ്റിലുള്ള ഓക്സൈഡ് ആണ് N2O3, ഡൈനൈട്രജൻ ട്രയോക്സൈഡ് എന്ന് പറയുന്നത്. അസിഡിക് ആണ്, അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +3 ആണ്. അപ്പൊ നമ്മൾ ഈ നൈട്രജൻ ഡയോക്സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അസിഡിക് ക്യാരക്ടർ ഈ പറഞ്ഞ N2O3ക്ക് കുറച്ച് കുറവായിരിക്കും. കാരണം നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +3 അവിടെ +4 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ കൂടുന്നതനുസരിച്ച് ഓക്സൈഡിന്റെ അസിഡിക് ക്യാരക്ടർ സാധാരണ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അസിഡിക് ആണ്, ബ്ലൂ സോളിഡ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നൈട്രജന്റെ ഓക്സൈഡുകളുടെ കൂട്ടത്തിൽ കളേർഡ് ആയിട്ടുള്ള 2 ഓക്സൈഡുകളേ ഉള്ളൂ. അത് നൈട്രജൻ ഡയോക്സൈഡും ഡൈനൈട്രജൻ ട്രയോക്സൈഡുമാണ്. ഒരെണ്ണം ബ്രൗൺ ഗ്യാസും അടുത്തത് N2O3 ബ്ലൂ സോളിഡുമാണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് അതുകൂടെ മനസ്സിലാക്കണം, അത് ഗ്യാസ് അല്ല, സോളിഡ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ നൈട്രജൻ മോണോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കും. അപ്പൊ നൈട്രജൻ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് N2O3 ആയിട്ട്, ഇതാണ് സിമ്പിൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഈ നൈട്രജൻ ഡയോക്സൈഡിന്റെ ഡൈമർ ആയിട്ടുള്ള N2O4ൽ നിന്ന് നമുക്ക് ഡൈനൈട്രജൻ ഡയോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ 2 മോളിക്യൂൾസ് നൈട്രജൻ മോണോക്സൈഡ് ഇറ്റ് കമ്പൈൻഡ് വിത്ത് N2O4 ഗിവിംഗ് 2 മോളിക്യൂൾസ് ഓഫ്
N2O3. ഇതാണ് സിറ്റുവേഷൻ. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ 250 കെൽവിൻ ടെമ്പറേച്ചർ ആവശ്യമാണ്. 250 കെൽവിൻ ടെമ്പറേച്ചറാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. സോ നമുക്ക് ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ നൈട്രജൻ ഡയോക്സൈഡിന്റെ ഡൈമറായിട്ടുള്ള രണ്ട് മോളിക്കൂൾ കമ്പൈൻ ചെയ്തിരിക്കുന്ന മോളിക്കൂളാണ് N2O4. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് അത് 250 കെൽവിനിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഡൈനൈട്രജൻ ട്രയോക്സൈഡ് ആയിട്ട് മാറുന്നു. ഇത്രയാണ് നാലാമത്തെ നൈട്രജന്റെ ഓക്സൈഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്തായി ഡൈനൈട്രജൻ ടെട്രോക്സൈഡിലേക്ക് പോകും. അടുത്ത ഒരു ഓക്സൈഡാണ്. അഞ്ചാമത്തെ നൈട്രജന്റെ ഓക്സൈഡിലേക്ക് പോകാം. N2O4 ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. ഇവിടെയും നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഇതും സോളിഡ് ആണ്, അസിഡിക് ആണ്. അസിഡിക് ആയിട്ടുള്ള ഒരു കളർലെസ് സോളിഡ് ആണിത്. അസിഡിക് ആണ്. അപ്പൊ നമുക്ക് ഇത് കളർലെസ് എന്ന് പറയാൻ പറ്റും. ഇതിന് ലിക്വിഡ് സ്റ്റേറ്റും എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ N2O4 വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നൈട്രജൻ ഡയോക്സൈഡ് അത് റിവേഴ്സിബിൾ ആയിട്ട് രണ്ട് നൈട്രജൻ ഡയോക്സൈഡ് കമ്പൈൻ ചെയ്യുന്നു, N2O4 ആയിട്ട് മാറുന്നു. ഫോർവേഡ് റിയാക്ഷൻ കൂളിംഗ് എഫക്റ്റ് ആണ്, കൂൾ ആണ്. റിവേഴ്സ് റിയാക്ഷൻ ഹീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നൈട്രജൻ ഡയോക്സൈഡ് കിട്ടുന്നു. അതുപോലെ രണ്ട് നൈട്രജൻ ഡയോക്സൈഡ് കൂൾ ചെയ്ത് ഡൈമറൈസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് N2O4 ആയിട്ട് മാറുന്നു. ഇവിടെ നൈട്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ അസിഡിക് ആണ്, കളർലെസ് ആണ്. അതുപോലെ തന്നെ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്റ്റേറ്റും ഇതിനെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നൈട്രജൻ ഡയോക്സൈഡ് എന്തുകൊണ്ടാണ് ഡൈമറൈസ് ചെയ്ത് N2O4 ആയിട്ട് മാറുന്നത്? നൈട്രജൻ ഡയോക്സൈഡ് നമ്മൾ എടുക്കുമ്പോൾ ഇതൊരു ഓഡ് മോളിക്കൂൾ ആണ്. ദിസ് ഈസ് ആൻ ഓഡ് മോളിക്കൂൾ. നൈട്രജൻ ഡയോക്സൈഡിൽ വാലൻസ് ഇലക്ട്രോണുകൾ എടുത്താൽ നൈട്രജൻ ഡയോക്സൈഡ് ഓഡ് മോളിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം ഓഡ് നമ്പർ ആണ്. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ മതി. ഒരു നൈട്രജന്റെയും രണ്ട് ഓക്സിജന്റെയും കൂടെ വാലൻസ് ഇലക്ട്രോണുകൾ. നൈട്രജന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഇരിപ്പുണ്ട്, ഓക്സിജന് 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ രണ്ട് ഓക്സിജന് 12ഉം ഈ നൈട്രജന്റെ 5 കൂടുമ്പോൾ 17 വാലൻസ് ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഈ നൈട്രജൻ ഡയോക്സൈഡിൽ കാണാൻ പറ്റുന്നത്. അത് ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ അൺസ്റ്റേബിൾ ആണ്. അതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് NO2 ഡൈമറൈസ് ചെയ്യുന്നത്. NO2 ഡൈമറൈസ് ചെയ്യുമ്പോൾ അത് ഈവൻ നമ്പർ ഉള്ള അല്ലെങ്കിൽ ഓഡ് നമ്പർ എന്ന് പറയുന്ന സിറ്റുവേഷൻ അവിടെ മാറുന്നു. അപ്പം NO2 എന്തുകൊണ്ട് വൈ NO2 ഡൈമറൈസ് എന്ന് ചോദിച്ചാൽ NO2 behave as a typical odd molecule. In order to get more stability, it is dimerized to give N2O4. അപ്പം നമുക്ക് പറയാം NO2 N2O4 ആയിട്ട് മാറുന്നത് ഓഡ് മോളിക്യൂൾ ആയിട്ടിരിക്കുന്ന NO2 അത് ഈവൻ നമ്പർ വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് N2O4. അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. അപ്പോൾ കൂൾ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ, ഹീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ അസിഡിക് ആണ്, കളർലെസ് ആണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും എക്സിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഈ ഓക്സൈഡിനുണ്ട്. നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +4 ആണ്. അത്രയും കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഇനി നൈട്രജന് ഒരു ഓക്സൈഡും കൂടെ അവൈലബിൾ ആണ്. ഡൈനൈട്രജൻ പെന്റോക്സൈഡ് എന്ന് പറയും. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്, N2O5. ദിസ് ഈസ് ദ ലാസ്റ്റ് ഓക്സൈഡ് ഓഫ് നൈട്രജൻ. അപ്പൊ ഇവിടെ നമ്മൾ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതും കളർലെസ് ആണ്, സോളിഡ് ആണ്. ഇറ്റ് ഈസ് കളർലെസ് ആൻഡ് സോളിഡ്. അപ്പൊ ഇങ്ങനെയാണ്, കളർലെസ്സും ആണ് സോളിഡും ആണ്. അപ്പൊ ഡൈനൈട്രജൻ പെന്റോക്സൈഡ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പ്രിപ്പറേഷൻ പാർട്ടിൽ നമ്മൾ നൈട്രിക് ആസിഡ് എടുക്കുന്നു, HNO3 എടുക്കുന്നു. 2 മോളിക്യൂൾ നൈട്രിക് ആസിഡ്, 2 മോളിക്യൂൾ നൈട്രിക് ആസിഡ് കമ്പൈൻ ചെയ്യിപ്പിക്കുക. അതിനകത്ത് നിന്ന് 1 മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പം ആസിഡിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്ന മെറ്റീരിയലാണ് ആസിഡിന്റെ അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് പറഞ്ഞാൽ ഈ ഡൈനൈട്രജൻ പെന്റോക്സൈഡ് എന്ന് പറഞ്ഞ നൈട്രജന്റെ ഓക്സൈഡ്, ഇറ്റ് ഈസ് ആൻ അൺഹൈഡ്രേറ്റ് ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ അൺഹൈഡ്രേറ്റ് ആണ് ഡൈനൈട്രജൻ പെന്റോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ N2O5 ആയിട്ട് അതങ്ങ് മാറും. ഇതാണ് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഡൈനൈട്രജൻ പെന്റോക്സൈഡ് ഈസ് ആൻ അൺഹൈഡ്രേറ്റ് ഓഫ് നൈട്രിക് ആസിഡ്. ഇനി ഇതും കളർലെസ് ആണ്, സോളിഡ് ആണ്. ഇതിന്റെ അസിഡിക് ക്യാരക്ടർ വളരെ കൂടുതലാണ്, കാരണം നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആയതുകൊണ്ട്. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു രീതിയിൽ നമുക്ക് ഡൈനൈട്രജൻ പെന്റോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അത് ഈ നൈട്രിക് ആസിഡ് HNO3 കമ്പൈൻ വിത്ത് P4O10. അപ്പം ഈ ഒരു മോളിക്യൂൾ P4O10 നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്താൽ നമുക്ക്
ഡൈനൈട്രജൻ പെന്റോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. NCERT ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ മറ്റൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. എന്നാലും നമ്മൾ ഇതാണ് പ്രിഫേർഡ് റിയാക്ഷൻ, അതായത് ഡൈനൈട്രജൻ പെന്റോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡീഹൈഡ്രേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. അപ്പോൾ നൈട്രിക് ആസിഡിന്റെ അൺഹൈഡ്രേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഡൈനൈട്രജൻ പെന്റോക്സൈഡിനെ കൺസിഡർ ചെയ്യുന്നത്. അസിഡിക് ക്യാരക്ടർ ഒരുപാട് കൂടുതലാണ്, കളർലെസ് സോളിഡ് ആണ്. സോ ദീസ് ആർ ദ മെയിൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പം നൈട്രജന് പ്രധാനപ്പെട്ട ഇത്രയും ഓക്സൈഡുകളാണ് ഉള്ളത്. അതിൽ കളേർഡ് ആയിട്ടുള്ള രണ്ടേ ഓക്സൈഡുകളാണ്. ഡൈനൈട്രജൻ ട്രയോക്സൈഡ് ബ്ലൂ സോളിഡ് ആണ്. അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് NO2 അത് ബ്രൗൺ ഗ്യാസ് ആണ്. ഇത്രയാണ് രണ്ട് കളേർഡ് ആയിട്ടുള്ള രണ്ട് ഓക്സൈഡുകൾ. ബാക്കിയുള്ള എല്ലാ ഓക്സൈഡുകളും കളർലെസ് ആണ്. അതിൽ ന്യൂട്രൽ ആയിട്ടുള്ള, അവിടെയും പഠിക്കേണ്ട മനസ്സിലാക്കേണ്ടത്, ന്യൂട്രൽ ആയിട്ടുള്ള രണ്ടേ ഓക്സൈഡുകളേ ഉള്ളൂ. ലാഫിംഗ് ഗ്യാസ് അഥവാ നൈട്രസ് ഓക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ മോണോക്സൈഡും. ന്യൂട്രൽ ആയിട്ടുള്ള രണ്ടേ ഓക്സൈഡുകളേ ഉള്ളൂ. ബാക്കി എല്ലാവരും അസിഡിക്കാണ്. ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അതിന്റെ പ്രിപ്പറേഷൻ പാർട്ട് ഈ വീഡിയോ വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ബുക്കിൽ നോട്ട് തയ്യാറാക്കുക. NCERT ടെക്സ്റ്റിലൂടെ നല്ലതായിട്ട് റെഫർ ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം ഇത്രയും ഇവിടെ ഇരിക്കട്ടെ. അപ്പം നൈട്രജന്റെ ഓക്സൈഡിൽ ഈ ഒരു പാർട്ട് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.